ഹലോ ഗൈസ്, ട്രാവൽ ടച്ചിൻ്റെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അട്ടപ്പാടി ചുരം കയറി വിൻഡ്മില്ലുകളുടെ നാടായിട്ടുള്ള ഷോളയൂരിലേക്കാണ്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ 3 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അഖിൽ, അരുൺ ആൻഡ് അക്ഷയ്. മണ്ണാർക്കാട് ടൗൺ കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് അട്ടപ്പാടി റോഡ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഏകദേശം അട്ടപ്പാടി എത്തുന്നത് വരെ റോഡ് അത്യാവശ്യം നല്ല മോശമായിരുന്നു. ഈ യാത്ര പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ രാവിലെ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉച്ചയായി. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടൽ തിരഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇപ്പോൾ വെയിലും നല്ല ചൂടും ആയതുകൊണ്ട് തന്നെ അവർ ഉൾഭാഗം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യം നോക്കി. അട്ടപ്പാടിയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള പ്രദേശമാണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ 735 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുള്ള ഏക ആദിവാസി താലൂക്കാണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. അഗളി, അതുപോലെ തന്നെ നമ്മളിന്ന് പോകുന്ന ഷോളയൂര്, പുത്തൂര് എന്നീ 3 ഗ്രാമപഞ്ചായത്തുകൾ കൂടിച്ചേർന്ന് അതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് അട്ടപ്പാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ചുരം കയറി അട്ടപ്പാടി വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട്. ഈ ഒരു വ്യക്തിനെ ഞങ്ങൾ ഒരുപാട് താഴെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ആൾ നടന്നിട്ട് അവിടെ എത്തി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഷോളയൂരിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഗൈസ്, അട്ടപ്പാടിയാണുള്ളത്. നമ്മൾ ഷോളയൂരിലേക്ക് വന്നതാണ് ജസ്റ്റ് മില്ല് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഗൈസ്, ഷോളയൂർ വന്നിട്ട് എങ്ങോട്ട് നോക്കിയാലേ ഒന്നുമില്ല അല്ലേ. ബാക്കിൽ ഫുള്ള് കിട്ടും. നേരെ തലയുടെ മുകളിൽ അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ. എന്തായാലും അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചായ കുടിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ സിന്ദൂറാം റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ടൊരു ബേക്കറി എന്നൊക്കെ പറഞ്ഞൊരു ഷോപ്പുണ്ട്. അത് മാത്രമല്ല, അടിപൊളി വ്യൂ ഒക്കെ കണ്ട് വിൻഡ്മില്ലൊക്കെ കറങ്ങുന്നതൊക്കെ കണ്ട് ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട്. ഒരു തവണ ഞാൻ അവിടെ മുന്നേ വന്നിട്ടുള്ളതാണ്. വിൻഡ്മിൽസൊക്കെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റുക. നമ്മുടെ ചുറ്റും കുറേ വിൻഡ്മിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്താ റിസോർട്ട് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പണികളൊക്കെ ഉണ്ട്. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടി സൂപ്പർ സ്ഥലമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇവിടെ. അങ്ങനെ കുറേ നേരം ക്യാരംസ് കളിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് നല്ലൊരു സൺസെറ്റും കണ്ട് തിരിച്ച് വീട്ടിലേക്ക്.